സൂറത്തുൽ അഅല സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല എന്നുള്ള സൂറത്താണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 3 ആയത്തുകളാണ് ഇതുവരെ നമ്മൾ പറഞ്ഞത്. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല, അല്ലാഹുവിൻ്റെ പരിശുദ്ധിയെ നമ്മൾ എല്ലാ സമയത്തും വാഴ്ത്തണം. തസ്ബീഹ് ചൊല്ലുക എന്നുള്ളത് മനുഷ്യര് മാത്രമല്ല, എല്ലാ ജീവികളും ജീവനില്ലാത്തവയും എല്ലാം അല്ലാഹുവിന് തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒന്നാമത്തെ ആയത്ത് മാത്രം നമ്മൾ ഒരു ദിവസം വിശദീകരിച്ചു. 2-3 ആയത്തുകൾ അല്ലദീ ഖലഖ ഫസവ്വ വല്ലദീ ഖദ്ദറ ഫഹദ, ഈ 2 ആയത്തുകളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വിശദീകരിച്ചത്. അല്ലാഹുവിന് തസ്ബീഹ് ചെയ്യണം എന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടിയാണ്, ആരാണ് അല്ലാഹു? നമ്മെ സൃഷ്ടിച്ച റബ്ബിന് ഒരുപാട് നിഅമത്തുകൾക്ക് നമ്മൾ ശുക്ർ ചെയ്യേണ്ടതുണ്ടല്ലോ. ആ ശുക്ർ ചെയ്യാനുള്ള കാരണം കൂടെ അല്ലാഹു തആല ബോധ്യപ്പെടുത്തി. അല്ലദീ ഖലഖ ഫസവ്വ വല്ലദീ ഖദ്ദറ ഫഹദ. അതിന്റെ വിശദീകരണങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം ശാസ്ത്രീയമായും ഭൗതികമായുള്ള ചില ഉദാഹരണങ്ങളെയും അല്ലാഹു നമ്മുടെ ശരീരത്തിൽ സംവിധാനിച്ചു തന്നിട്ടുള്ള അവയവങ്ങളുടെ പ്രത്യേകതകളെയും അതുപോലെ തന്നെ മറ്റുള്ള ജീവജാലങ്ങൾ അവരുടെ ജീവിതത്തിൽ കൃത്യമായി വീട് വെക്കുന്നതും കൂടുകൂട്ടുന്നതും കുഞ്ഞുങ്ങളെ പോറ്റുന്നതും തുടങ്ങിയ ഒരുപാട് നിയമങ്ങളെ ആരും ട്യൂഷന് പോയോ ഒരു കോഴ്സിന് പോയോ പഠിച്ചതല്ല. വല്ലദീ ഖദ്ദറ ഫഹദ, അല്ലാഹുവാണ് അവർക്കൊക്കെ മാർഗദർശനം നൽകിയത്. അതിന്റെ ഉദാഹരണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഈ 2 ആയത്തുകളെ തുടർന്ന് അല്ലാഹു പറയുമ്പോൾ വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് ആദ്യത്തെ ആയത്ത് തികട്ടി വരികയാണ്. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല. ഈ 2-3 ആയത്തുകൾ നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ വീണ്ടും അല്ലാഹു എത്ര വലിയ പരിശുദ്ധനാണ്, അള്ളാഹുവിന്റെ പരിശുദ്ധിയെ നമ്മൾക്ക് വാഴ്ത്തിയാൽ മതിയാകില്ലല്ലോ എന്ന് നമ്മുടെ മനസ്സിലേക്ക് വീണ്ടും വരുന്നു. വിശുദ്ധ ഖുർആനിൽ വ്യത്യസ്തങ്ങളായ ആയത്തിൽ അള്ളാഹുവിന് തസ്ബീഹ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മാത്രമൊന്നല്ല തസ്ബീഹ് ചെല്ലുന്നത്, മനുഷ്യര് മാത്രമാണോ തസ്ബീഹ് ചെല്ലുന്നത്? അല്ല. പക്ഷികള്, മൃഗങ്ങള്, സസ്യങ്ങള്, ജീവനുള്ളതും ഇല്ലാത്തവയുമായ എല്ലാം അള്ളാഹുവിന്റെ മുമ്പിൽ തസ്ബീഹ് ചെല്ലുന്നുണ്ട്. അതാരാ പറഞ്ഞത്? വിശുദ്ധ ഖുർആൻ തന്നെ പറയാണ്. വിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ അംബിയ, സൂറത്തുൽ ഇസ്രായിൽ 44-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, തുസബ്ബിഹു ലഹുസ് സമാവാതു സബ്ഉ വൽ അർളു വമൻ ഫീഹിന്ന وَإِن مِّن شَيْءٍ إِلَّا يُسَبِّحُ بِحَمْدِهِ وَلَكِنْ لَا يَفْقَهُونَ تَسْبِيحَهُمْ إِنَّهُ كَانَ حَلِيمًا غَفُورًا. ഈ ആയത്തിന്റെ അർത്ഥം മാത്രം നമ്മളൊന്ന് പറഞ്ഞാൽ മതി. ആരൊക്കെയാണ് അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നത് എന്നറിയാൻ. അല്ലാഹു ഖുർആനിൽ പറയാണ്, തുസബ്ബിഹു ലഹുസ് സമാവാതു സബ്ഉ വൽ അർളു വമൻ ഫീഹിന്ന. ആകാശങ്ങൾ, 7 ആകാശങ്ങളുണ്ട്. ആകാശത്തുള്ളവർ എന്നല്ല ആദ്യം പറഞ്ഞത്. ആകാശങ്ങൾ, നമ്മൾ കാണുന്ന 1-ാം ആകാശം, അതിന്റെ മുകളിൽ 7 ആകാശങ്ങളുണ്ടല്ലോ മൊത്തം. ഈ 7 ആകാശങ്ങളും തുസബ്ബിഹു ലഹുസ് സമാവാതു സബ്ഉ, 7 ആകാശങ്ങളും, വൽ അർളു, ഭൂമിയും, നമ്മൾ നിലകൊള്ളുന്ന ഈ ഭൂമിയും അള്ളാഹുവിന് വേണ്ടി തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു. തുസബ്ബിഹു ലഹു, അള്ളാഹുവിന് വേണ്ടി തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഖുർആൻ പറയുന്നു. ആകാശങ്ങളും ഭൂമിയും മാത്രമാണോ? അല്ല. വമൻ ഫീഹിന്ന,
അതിൽ ഉള്ളതെല്ലാം തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആകാശത്തുള്ള മലക്കുകൾ, അതുപോലെ തന്നെ അവിടെ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം, അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങൾ, ഭൂമിയിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. വഇൻ മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി വലാകിൻ ലാ യഫ്ഖഹൂന തസ്ബീഹഹും. നമ്മൾ പറയും, ഏയ് നമ്മളെ മുമ്പിൽ കാണുന്ന കല്ല്, ആ കല്ല് തസ്ബീഹ് ചൊല്ലുകയോ ഇല്ല. മണ്ണ് തസ്ബീഹ് ചൊല്ലുന്നുണ്ടോ? ഇല്ല. നമ്മൾ കാണുന്ന ഓരോന്നും തസ്ബീഹ് ചൊല്ലുന്നുണ്ടോ? ഇല്ല. എന്ന മനുഷ്യന്റെ ഇവിടെയുള്ള കണ്ണുകളെ കൊണ്ട് നോക്കിയാൽ, അല്ലെങ്കിൽ കാതുകളെ കൊണ്ട് കേൾക്കാൻ പറ്റാത്ത രീതിയിലാണ്. അല്ലാഹ് പറയാണ്, നിങ്ങൾ അങ്ങനെ ചൊല്ലുന്നുണ്ടോ എന്ന് സംശയം വെക്കുകയൊന്നും വേണ്ട. വലാകിൻ ലാ യഫ്ഖഹൂന തസ്ബീഹഹും. അവരുടെ തസ്ബീഹ് നിങ്ങൾക്ക് കണ്ടാലോ കേട്ടാലോ മനസ്സിലാവുകയില്ല. നിങ്ങളുടെ കേൾവിയോ നിങ്ങളുടെ കാഴ്ചയോ അത്രക്ക് പവർ എത്തിയിട്ടില്ല. അല്ലാഹ് പറയാണ്. അതുകൊണ്ട് ഇവയെല്ലാം അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പൊ നോക്കൂ നിങ്ങൾ, അള്ളാഹുവിനെ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല, അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുക, അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലുക എന്നുള്ളത് മനുഷ്യര് മാത്രമല്ല, ജീവനുള്ള വസ്തുക്കൾ മാത്രമല്ല, ജീവികൾ മാത്രമല്ല, ജീവനില്ലാത്ത വസ്തുക്കളും എല്ലാം തസ്ബീഹ് ചൊല്ലുന്നുണ്ട് എന്ന് വിശുദ്ധ ഖുർആനാണ് നമ്മോട് പറയുന്നത്. ഇവിടെ നോക്കൂ നിങ്ങൾ, ഇതിന് എത്രയോ ഉദാഹരണങ്ങളെ ഹദീസുകളിൽ നിന്ന് നമുക്ക് വായിക്കാനാകും. മനുഷ്യരല്ലാത്ത, ജീവനുള്ളതും ഇല്ലാത്തവയുമായ എല്ലാ വസ്തുക്കളും അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലുന്നുണ്ട് എന്ന് പഠിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില ഹദീസുകൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ മഹാനവരികളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഹദീസ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മർറ ബിഖബ്റൈനി ഫഖാല ഇന്നഹുമാ ലയുഅദ്ദബാനി. രണ്ട് ആളുകൾ, ഖബറാളികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിന്റെ ചാരയിലൂടെ നടന്നു വന്നപ്പോൾ ആ ഖബറാളികൾ വലിയ അദാബ് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. വമാ യുഅദ്ദബാനി ഫീ കബീരിൻ അമ്മാ അഹദുഹുമാ ഫകാന ലാ യസ്തതിറു മിനൽ ബൗൽ വഅമ്മൽ ആഖറു ഫകാന യംശി ബിന്നമീമാ. രണ്ട് ആളുകൾക്കാണ് വലിയ അദാബ് ഖബറിലുള്ളത്. ഒന്ന്, മൂത്രയിക്കുമ്പോൾ മര്യാദക്ക് മുഴുവനും പോകുന്നത് വരെ മൂത്രയിക്കാത്ത ഒരാളും, മറ്റേ ആള് നമീമത്ത് പറഞ്ഞ് നടന്ന മനുഷ്യനുമാണ്. ഈ രണ്ടാളുകളെ ഖബറിലും വല്ലാത്ത അദാബുണ്ട്. എന്നിട്ടോ അവിടെ എല്ലാം നമ്മുടെ വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് കൂടെ ഉണ്ടായിരുന്നവരോട് തങ്ങൾ പറഞ്ഞു, അതാ തങ്ങൾ ഒരു പച്ച ഓല ഈന്തപ്പനയുടെ പട്ടയെടുക്കുകയാണ്, ഈന്തപ്പന ചെടിയെടുക്കുകയാണ്. എന്നിട്ടോ നല്ല പച്ചയായ ഒരു സസ്യമെടുത്ത് ഖബറിന്റെ രണ്ട് ഭാഗത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുഴിച്ചിട്ട് കൊടുക്കുന്നു, അവിടെ നട്ടുപിടിപ്പിക്കുന്നു. രണ്ട് ഭാഗത്തും നട്ടുപിടിപ്പിച്ചു. നമ്മൾ ഖബർ കുത്തുമ്പോൾ രണ്ട് ഭാഗത്തും കല്ല് വെച്ചിട്ട് ചെടിയോ എന്തെങ്കിലും പച്ചപ്പുള്ള വസ്തുക്കൾ, ചെടികൾ നമ്മൾ കുഴിച്ചിടും. അതെന്തിനാണ്? അതിന്റെ തെളിവ് ഈ ഹദീസാണ്. ഒരു ഹദീസ്. എന്തിനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ചെയ്തത്? ഈ പച്ച പിടിച്ച ഈ സസ്യം കൊണ്ടുവന്ന് ഖബറിന്റെ മുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിടിപ്പിച്ചത് എന്തിനാണെന്നറിയുമോ? അവരുടെ അദാബ് പോകാനാണ്. സുമ്മ ഖാല, എന്നിട്ട് തങ്ങൾ പറയാണ്, ലഅല്ലഹു യുഖഫഫു അൻഹുമാ മാ ലം യബസാ. ഈ സസ്യം, പച്ച പിടിച്ച ഈ സസ്യം, അത് നിന്റെ മുകളിൽ നിന്ന് തസ്ബീഹ് ചൊല്ലുമ്പോ ഖബറാളിയുടെ അദാബ് ഒഴിവായി പോകാൻ, അത് ലഘൂകരിച്ചു കൊടുക്കാൻ കാരണമാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ സസ്യം തസ്ബീഹ് ചൊല്ലുന്നുണ്ട് എന്ന് മനസ്സിലായി അല്ലേ? ആ ചെടി തസ്ബീഹ് ചൊല്ലുന്നുണ്ട്, അല്ലാഹുവിൻ തസ്ബീഹ് ചൊല്ലുന്നുണ്ട് എന്ന് മനസ്സിലായി. മറ്റൊരു ഹദീസിൽ നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, മഹാനായ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തദ്രിബു വജൂഹദ് ദവാബ്. മൃഗങ്ങളുടെ മുഖത്ത് നിങ്ങൾ അടിക്കരുതേ.
നിങ്ങൾ വളർത്തുന്ന ആടും അതുപോലെ പോത്തും നാക്കാലികൾ ഉണ്ടാകും. ആ മൃഗങ്ങൾ നിങ്ങൾ പറഞ്ഞാ കേട്ടിട്ടില്ല എങ്കിൽ അതിന്റെ മുഖത്ത് നിങ്ങൾ അടിക്കാൻ പാടില്ല. സാധാരണ മൃഗങ്ങളെ പിറകുവശത്ത് കാലിനോ മറ്റൊക്കെ ഉണ്ടെന്ന് തെളിച്ച് കൊണ്ടുപോകണമെങ്കിൽ അടിക്കാം. നിങ്ങൾ അവർക്ക് എത്ര നീതിപരമായ സന്ദേശമാണ് തങ്ങൾ കൊടുക്കുന്നത്. ആ മൃഗത്തെ നമ്മൾ പിടിച്ചോടത്തേക്ക് വന്നിട്ടില്ലെങ്കിൽ അതിന്റെ മുഖത്തേക്ക് അടിക്കാൻ പാടില്ല, മൃഗത്തിന്റെ മുഖത്ത് വരെ അടിക്കരുത് എന്നാ തങ്ങൾ പറഞ്ഞത്. എന്താണ്? ലാ തദ്രിബൂ വജൂഹദ്ദവാബി, മൃഗങ്ങളുടെ, നിങ്ങൾ വളർത്തുന്ന മൃഗങ്ങളുടെ മുഖത്തടിക്കരുത്. എന്തേ അതിന് കാരണം പറഞ്ഞത്? ഫഇന്ന കുല്ല ശൈഇൻ യുസബ്ബിഹു ബിഹംദിഹി, അല്ലാഹുവിന് തസ്ബീഹ് ചെല്ലുന്ന മൃഗങ്ങളാണത്. അതുകൊണ്ട് ആ തസ്ബീഹ് ചെല്ലുന്ന മുഖത്ത് നിങ്ങൾ അടിച്ചു പോകരുത്. അപ്പൊ മൃഗങ്ങളും തസ്ബീഹ് ചെല്ലുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. മറ്റൊരു ഹദീസിൽ കാണാം, മുആദ് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം അന്നഹു മർറ അലാ ഖൗമിൻ, ഒരു വിഭാഗം ആളുകളുടെ അടുത്തിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. വഹും വഖൂഫുൻ അലാ ദവാബ് ലഹും റവാഹില, രണ്ടുപേരിങ്ങനെ അങ്ങാടിയിൽ ചെന്നപ്പോൾ അതാ ഒരു റോഡ് സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, വഴിയോരത്ത് നിൽക്കുന്നു. ആ രണ്ടുപേരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുകയാണ്. അവരെങ്ങനെയാണ് നിൽക്കുന്നത്? രണ്ടുപേരും രണ്ട് വാഹനപ്പുറത്താണിരിക്കുന്നത്. ബൈക്കില് ചാരി ഇരുന്നിട്ട് രണ്ടുപേര് സൊറ പറയാറുണ്ട് അല്ലെ? രണ്ട് ബൈക്ക് റോഡ് സൈഡിൽ ഇങ്ങനെ നിർത്തിയിട്ട് അതും ഒരാൾ ഇതും ഒരാൾ ഇരുന്നിട്ട് ഇങ്ങനെ പരസ്പരം വർത്തമാനം പറയാറുണ്ട്. അതിന്ന് ബൈക്കാണെങ്കിൽ പഴയ കാലത്ത് കുതിരയോ ഒട്ടകമോ കഴുതയോ എന്തോ ഒരു വാഹനം, രണ്ടുപേര് വാഹനത്തിൽ വരുന്നു, രണ്ടുപേരുടെയും മൃഗങ്ങളാണ്. ആ മൃഗത്തിന്റെ പുറത്തിരുന്നിട്ട് അവരിങ്ങനെ സൊറ പറയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വഴി വന്നപ്പോൾ ഇത് കാണുന്നു. ഫഖാല ലഹും, അവരോട് തങ്ങൾ പറയാണ്, ഇർകബൂഹാ സാലിമതൻ വദഊഹാ സാലിമതൻ വലാ തത്തഖിദൂഹാ കറാസിയ ലിഅഹാദീസികും ഫിത്തുറുഖി വൽ അസ്വാഖ്. നിങ്ങൾ വാഹനത്തിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ അതിന് നല്ലപോലെ യാത്ര ചെയ്യണം. നിങ്ങൾ അതിനെ നിർത്തുകയാണെങ്കിലോ അതിനെ പൂർണ്ണമായി സ്വതന്ത്രമാക്കി കൊടുക്കണം. ഒരു ഉപകാരവും ഇല്ലാത്ത രീതിയിൽ അതിനെ ബുദ്ധിമുട്ടിച്ച് നിങ്ങൾ വെറുതെ നിൽക്കുകയാണ്, സംസാരിക്കുകയാണെങ്കിൽ വാഹനപ്പുറത്ത് നിന്ന് ഇറങ്ങിയിട്ട് വേണം സംസാരിക്കാൻ. അത്രയും ഭാരം വെയിറ്റ് ചുമന്നതിനെ നിർത്തിക്കളയരുതേ. വലാ തത്തഖിദൂഹാ കറാസിയ ലിഅഹാദീസികും, നിങ്ങൾക്ക് വർത്താനം പറയുമ്പോൾ ഇരിക്കാനുള്ള കുർസിയല്ലത്, കസാരല്ലത്. നിങ്ങളെ അവിടെ ഇറങ്ങിയിട്ട് മൃഗത്തിനെ മാറ്റി നിന്നിട്ട് നിങ്ങൾ സൊറ പറഞ്ഞു. ഈ മൃഗങ്ങളെ താങ്ങി ഇങ്ങനെ നിന്നിട്ട് നിങ്ങളെ സൊറ കേട്ട് നിൽക്കാൻ രണ്ട് മൃഗവും, അതുകൊണ്ട് ബുദ്ധിമുട്ടാക്കരുത്. കാരണം എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്? ഫറുബ്ബ മർകൂബത്തിൻ ഖൈറു മിൻ റാകിബിഹാ വഅക്തറു ദിക്റൻ ലില്ലാഹി മിൻഹു, അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്ന തസ്ബീഹ് ചെയ്യുന്ന മൃഗങ്ങളാണ്. അവരെ നിങ്ങൾ ആവശ്യമില്ലാതെ ബുദ്ധിമുട്ടാക്കി കളയരുത്. നിങ്ങൾക്ക് വാഹനമായിട്ട് ഉപയോഗിക്കാം, പക്ഷെ അവയെ പ്രയാസപ്പെടുത്താൻ ഒരിക്കലും പാടില്ല എന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അപ്പൊ നോക്കൂ, നിങ്ങൾ മൃഗങ്ങൾ തസ്ബീഹ് ചെല്ലുന്നുണ്ട്, സസ്യങ്ങൾ തസ്ബീഹ് ചെല്ലുന്നുണ്ട്. ഇങ്ങനെ ഓരോന്നും നമ്മുടെ മുമ്പിൽ വരുന്ന അന്നം, ഭക്ഷണം തസ്ബീഹ് ചെല്ലുന്നുണ്ട്. നമ്മുടെ മുമ്പിൽ വിളമ്പി വെക്കുന്ന പ്ലേറ്റിൽ വിളമ്പി വെക്കുന്ന ഭക്ഷണങ്ങൾ അത് തസ്ബീഹ് ചെല്ലുന്നുണ്ട്. ആരാ പറയുന്നത്? മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല കുന്നാ നഅകുലു മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ജലാലുദ്ദീൻ സുയൂത്തി അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുകയാണ്, കുന്നാ നഅകുലു മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കാറുണ്ടല്ലോ. ആ സമയത്ത് ഫനസ്മഉ തസ്ബീഹ ത്വആമി വഹുവ യൗകലു, ഞങ്ങൾ ഭക്ഷണം ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുമ്പോ ഭക്ഷണത്തിന്റെ തസ്ബീഹ് ഞങ്ങൾക്ക് തങ്ങൾ കേൾപ്പിച്ചു തന്നിട്ടുണ്ട്, ഞങ്ങളത് കേൾക്കാറുണ്ട്. അതിന്റെ ഒരു ചരിത്രം, ഒരു സംഭവം തന്നെ പറയുന്നുണ്ട്, റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഉത്തിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിത്വആമിൻ സരീദിൻ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ഭക്ഷണം കൊണ്ടുവന്നു. ഭക്ഷണം കൊണ്ടുവന്നപ്പോ ഫഖാല ഇന്ന ഹാദ തുആമ യുസബ്ബിഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഈ ഭക്ഷണം തസ്ബീഹ് ചൊല്ലുന്നുണ്ടല്ലോ. ഖാലു, ഞങ്ങൾ ചോദിച്ചു, സഹാബത്ത് പറയും ഞങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് വതഫഖഹു തസ്ബീഹു, അല്ല നബിയെ ഭക്ഷണം തസ്ബീഹ് ചൊല്ലു? ഇത് അടുപ്പത്തൊക്കെ വെച്ച് ജീവനില്ലാത്തൊരു സാധനം, ഈ സംഭവം തസ്ബീഹ് ചൊല്ലു നബിയെ? നമുക്കുള്ള അതേ ഒരു ചോദ്യം. ഖാല നഅം, തങ്ങൾ പറഞ്ഞു അതെ തസ്ബീഹ് ചൊല്ലും. ثم قال لرجل, എന്നിട്ട് ആ കൂട്ടത്തിലുള്ള ഒരാളോട് പറഞ്ഞു, അതിനി ഹാദിഹി ഖസ്അതൻ മിൻ ഹാദർ റജുൽ ഫാദിനാ, ഭക്ഷണമെന്നിങ്ങനെ എടുത്തേക്ക് പിടിച്ചു നോക്കാൻ പറഞ്ഞു. മാഷാ അല്ലാഹ്, ഭക്ഷണം അത് തങ്ങളുടെ ഒരു മുഅ്ജിസത്താണ്. നമ്മൾ ചെവി വെച്ചാ കേൾക്കൂല. സ്വഹാബത്തിന് ഭക്ഷണം തസ്ബീഹ് ചൊല്ലുമെന്ന് തെളിയിച്ചു കൊടുക്കണം. അപ്പൊ സ്വഹാബത്തിന് മുമ്പിൽ തങ്ങളൊരു മുഅ്ജിസത്ത് പ്രകടിപ്പിക്കുകയാണ്. ആ ഭക്ഷണം എടുത്തിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ, അടുത്തേക്ക് കൊണ്ടുവരോ. ഖാല നഅം യാ റസൂലല്ലാഹ്, അപ്പൊ കേൾക്കുന്നവര് പറയാണ്, നബിയേ ഹാദാ തുആമു യുസബ്ബിഹു, ഈ ഭക്ഷണം തസ്ബീഹ് ചൊല്ലുന്നുണ്ടല്ലോ നബിയേ. ഫഖാല അദ്നിഹാ മിൻ ആഖർ, എന്നാ അടുത്ത ആൾക്ക് കൊടുക്കിയ ഭക്ഷണം അവനൊന്ന് കേൾക്കട്ടെ. ഫാദിനാഹാ മിൻഹു, അതേ അടുത്ത ആളിലേക്കും എത്തിച്ചു കൊടുക്കുന്നു. അവരും പറയുന്നു, യാ റസൂലല്ലാഹ് ഹാദാ തുആമു യുസബ്ബിഹു, ഈ ഭക്ഷണം തസ്ബീഹ് ചൊല്ലുന്നുണ്ടല്ലോ നബിയേ. അങ്ങനെ അവിടെ ഇരുന്ന ആളുകൾ എല്ലാവർക്കും ഭക്ഷണം മാറി മാറി കൊടുത്തു. ആ ഭക്ഷണം ചെല്ലുന്ന തസ്ബീഹ് എല്ലാവരുടെയും കാതിലേക്ക് കേൾപ്പിച്ചു കൊടുത്തു. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കഴിഞ്ഞപ്പോൾ ഉടനെ സ്റ്റോപ്പ് ചെയ്തു. മതി, ഇനി തസ്ബീഹ് കേൾക്കൂല. അവിടെ സ്റ്റോപ്പ് ചെയ്തു. കാരണം എല്ലാത്തും കൂടി കൊണ്ടുനടക്കാനുള്ളതല്ല, അവിടെ ഒരു പാഠം പഠിക്കണം, ആളുകൾക്ക് മനസ്സിലാകണം, സ്വഹാബത്തിന് തെളിയിച്ചു കൊടുക്കണം. തസ്ബീഹ് ചൊല്ലോ നബിയെ എന്ന് വെച്ചാൽ അതൊക്കെ ചൊല്ലും, ഇപ്പൊ നിങ്ങളോട് പറയാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ അപ്പൊ അവിടെ പോകാൻ പറ്റൂല. കാരണം അവിടെ ഈ സ്വഹാബത്താണ് പിന്നീട് ഈ ഉമ്മത്തിന് ദീന് കൈമാറാനുള്ളത്. അതുകൊണ്ട് അവിടെ മുഅ്ജിസത്തിലൂടെ അത് പ്രകടമാക്കണം. അതുകൊണ്ട് തങ്ങൾ ഇന്ന കേട്ടോളി എന്ന് പറഞ്ഞാൽ എടുത്തു വെച്ചു കൊടുത്തു. അപ്പൊ എല്ലാവരും കേട്ടു. ഞാൻ കേട്ടില്ല, എനിക്ക് കുറച്ചേ കേട്ടുള്ളൂ, എനിക്ക് കേട്ടില്ല എന്നും ആരും പറഞ്ഞു, എല്ലാവരും കേട്ടു. എല്ലാവർക്കും കേൾപ്പിച്ചു കൊടുത്തു. അതെന്തിലൂടെ? മുഅ്ജിസത്തിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് കേൾപ്പിച്ചു കൊടുത്തത്. ഒരു ഉദാഹരണം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. നോക്കൂ നിങ്ങൾ, നമ്മുടെ വീട്ടിലൊക്കെ കോഴിയുണ്ട്. ഒരുപാട് ജീവികളെ കുറിച്ചുള്ള ഹദീസുകൾ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഞാൻ നേരത്തെ തുടക്കത്തിൽ ഓതി വെച്ച സൂറത്തുൽ അംബിയാഇന്റെ 44-ാമത്തെ ആ ആയത്തിന്റെ തഫ്സീർ ഇങ്ങനെ നോക്കിയാൽ കാണാം. വ്യത്യസ്ത തഫ്സീറുകളിൽ ഇത് ജലാലുദ്ദീൻ സുയൂത്തിയും അതുപോലെ തന്നെ ഇബ്നു കതീർ, ഖുർത്തുബി, എല്ലാവരും മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ സംഭവങ്ങളെ രേഖപ്പെടുത്തിയ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. നോക്കൂ നിങ്ങൾ, മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, വീട്ടുകാരത്തി തന്നെ പറയട്ടെ. ആയിഷ ബീവി പറയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ സൗതു ദഖീഖി സ്വലാത്തുഹു, സൗതു ദഖീഖി സ്വലാത്തു. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, കോഴിയുടെ ശബ്ദം, കൂവല് ശബ്ദം എന്നുള്ളത് അത് അതിന്റെ ഒരു ഇബാദത്താണ്, അതിന്റെ ഒരു നിസ്കാരം പോലത്തെ ഒരു അമലാണ്. വളർബുഹു ബിജനാഹിഹി, കോഴി കൂന്നതിന്റെ മുമ്പിലെ ചിറകിട്ടടിക്കൂല, ഈ പൂങ്കോഴി ഇങ്ങനെ ചിറകിട്ടടിക്കും. ആ അടി വളർബുഹു ബിജനാഹിഹി സുജൂദുഹു വറുകൂഉഹു, അതാ കോഴിയുടെ റുകൂഉം സുജൂദുമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് തങ്ങൾ പറയാൻ, പിന്നീട് ഒരു ആയത്ത് ഓതുന്നു, സുമ്മ തല ഹാദിഹിൽ ആയ, എന്നിട്ട് ഞാൻ ആദ്യം തുടക്കത്തിൽ ഓതി വെച്ച ആയത്തിന്റെ ഒരു ഭാഗം തങ്ങൾ ഓതുന്നു, വഇൻ മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി വലാകിൻ ലാ യഫ്ഖഹൂന തസ്ബീഹഹും, അവരെല്ലാം തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. കോഴിയും ആടും പോത്തും എല്ലാ മൃഗങ്ങളും അതുപോലെ ജീവനില്ലാത്തവയും ഒക്കെ തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. പക്ഷേ വലാകിൻ ലാ യഫ്ഖഹൂന തസ്ബീഹഹും, അവരുടെ തസ്ബീഹ് നിങ്ങൾക്ക് മനസ്സിലാവൂല. ഇത് ഖുർആനാ പറഞ്ഞത്. ഇതിനെ നമുക്ക് സംശയിക്കാനേ ഇല്ല. ഖുർആൻ പറഞ്ഞ ആയത്തിന്റെ വിശദീകരണങ്ങളായി ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളുമാണ് ഒരുപാട് പറഞ്ഞത്. ഭക്ഷണത്തിന്റെ തസ്ബീഹ് കേട്ട സ്വഹാബത്തിന്റെ മറ്റൊരു റിവായത്തിൽ കാണാം, തേനീച്ച മൂളുന്നത് പോലത്തെ ശബ്ദമാണ് ഞങ്ങൾ കേട്ടത്. നമ്മളെ ഈച്ചങ്ങനെ മൂളി വരില്ലേ തേനീച്ച, അങ്ങനത്തെ ഒരു ശബ്ദമാണ് അതിന്റെ തസ്ബീഹായിട്ട് ഞങ്ങൾ കേട്ടത്.
അപ്പൊ എല്ലാവരും തസ്ബീഹ് ചെല്ലുന്നുണ്ട്. അതുകൊണ്ട് അല്ലാഹു തആല എല്ലാവരെയും അടക്കിയിട്ടാണ് പറഞ്ഞത് സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅലല്ലദീ ഖലഖ ഫസവ്വാ. അല്ലാഹു എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം സന്തുലിതാവസ്ഥയിൽ സമപ്പെടുത്തുകയും ചെയ്തു. വല്ലദീ ഖദ്ദറ ഫഹദാ. ഈ ജന്തുജാലങ്ങൾക്ക് മുഴുവനും അല്ലാഹു തആല നല്ല മാർഗദർശനം നൽകി. ഇതെല്ലാം സംവിധാനിച്ച അല്ലാഹുവാണ്. ഏറ്റവും ഉന്നതനും ഉയർന്നവനും പരിശുദ്ധനും അവനാണ്. അതുകൊണ്ട് തന്നെ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅലാ, അല്ലാഹുവിന്റെ പരിശുദ്ധിയെ നമ്മൾ വാഴ്ത്തണം. അവന് വേണ്ടി തസ്ബീഹ് ചൊല്ലിക്കൊണ്ടേയിരിക്കണം. തസ്ബീഹ് ചൊല്ലിയാലുള്ള പ്രതിഫലവും അതിന്റെ നേട്ടവും ഒക്കെ നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല പോലെ ജീവിതത്തിൽ തസ്ബീഹ് ചൊല്ലാനും അല്ലാഹുവിനെ ശുക്ർ ചെയ്ത് ജീവിക്കാനുമുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ.